जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീല പ്രഭുപാദ് ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ലീലാമൃത വോളിയം 7 വായിച്ചൊരു കാര്യമാണ്. അതില് സിയാറ്റില് വന്നിരുന്നു ശ്രീല പ്രഭുപാദ്. അവിടെ ഗർഗമുനി പ്രഭു ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ പ്രീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ടെമ്പിള് ഗർഗമുനി പ്രഭു അറേഞ്ച് ചെയ്തു. അപ്പൊ പ്രഭുപാദ് അവിടെ വന്നു, സിയാറ്റില് വന്നു. മോൺട്രിയലിന് പിന്നെ സിയാറ്റിലാണ് വന്നത്. അവിടെ വന്നിട്ട് പ്രഭുപാദ് ടെമ്പിളൊക്കെ കണ്ടു. ടെമ്പിളൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ ലെക്ചേഴ്സ് ഒക്കെ കൊടുത്തു. അതിനുശേഷം പ്രഭുപാദിന് താമസിക്കാനായിട്ടൊരു സ്ഥലം വേണം. ടെമ്പിളില് ചെറിയ ടെമ്പിളാണ്, അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പം ഗർഗമുനി പ്രഭു അദ്ദേഹം ലോവർ ഈസ്റ്റ് സൈഡിൽ ഒക്കെ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ സ്ലം പോലെ ഏരിയയിലൊക്കെ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരു വീട് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ ധാരണയിൽ ആ ലോവർ ഈസ്റ്റ് സൈഡ് സ്ലമ്മിലാണ് പ്രഭുപാദ് താമസിച്ചത്. അപ്പൊ ഇപ്പം നമുക്ക് പുതിയൊരു വീട് കണ്ടുപിടിക്കുമ്പം കുറച്ചും കൂടെ നല്ലൊരു വീട്, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലൊരു വീട് വേണം എന്നുള്ള രീതിയിലാണ് ഗർഗമുനി പ്രഭു ആ വീട് കണ്ടുപിടിച്ചത്. അങ്ങനെ പ്രഭുപാദുമായിട്ട് എല്ലാ ശിഷ്യന്മാരും അവിടേക്ക് എത്തി, ആ വീട്ടിലേക്ക് എത്തി. അതുവരെ അവർക്ക് ആ റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ വീട് അത്ര ഒരു ഇടുങ്ങിയ വീടാണ് എന്നുള്ളൊരു ചിന്ത അവർക്കില്ലായിരുന്നു. പക്ഷെ പ്രഭുപാദിന്റെ ആ ഒരു ആത്മീയ തേജസ്സോടുകൂടി ആ വീട്ടിലേക്ക് കയറിയപ്പം അവർക്ക് മനസ്സിലായി ഇത് പ്രഭുപാദിന് താമസിക്കാൻ പറ്റിയൊരു വീടല്ല. കാരണം 2 റൂമാണ് അതിനകത്തുള്ളത്. അപ്പം പുറത്ത് താമസിക്കുന്നവർക്ക് അവർക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ പ്രഭുപാദിന്റെ റൂമിനുള്ളിലൂടെ വേണം അകത്ത് പോകാനായിട്ട്. അതൊരു പോരായ്മയാണ്. പിന്നെ പ്രഭുപാദ് വന്നിട്ട് ജനല് തുറന്ന് കർട്ടൻ മാറ്റി നോക്കിയപ്പോഴത്തേന് വേറൊരു കെട്ടിടം ആണ് അതിന്റെ കർട്ടൻ ജനല് കഴിഞ്ഞപ്പം കണ്ടത്. അപ്പൊ അവിടെ നിന്ന് ഒരിക്കലും സൂര്യപ്രകാശം ആ റൂമിനകത്തേക്ക് കയറത്തില്ല. പിന്നെ പ്രഭുപാദ് താഴേക്ക് നോക്കിയപ്പോ 2 കെട്ടിടത്തിന്റെ അടിയിൽ ഫുള്ള് ചവറുകളൊക്കെ കിടക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഇടുങ്ങിയ കാർപ്പറ്റ് ഒന്നുമില്ല, പിന്നെ ബെഡൊന്നുമില്ല, ബാത്റൂമിന്റെ ടൈൽസ് ഒക്കെ ഇളകിയിരിക്കുകയാണ്. എന്നിട്ട് പ്രഭുപാദ് അവിടെ ഇറ്റ് ഡസൻ മാറ്റർ, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ ചദർ എടുത്തിട്ട് തറയിലേക്ക് വിരിച്ചിട്ട് പ്രഭുപാദ് അവിടെ ഇരുന്നു. എന്നിട്ട് പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, വൈ യു പുട്ട് മീ ഇൻ എ ഡഞ്ചൻ എന്ന് ചോദിച്ചു. എന്നെ ഒരു കാരാഗ്രഹത്തിൽ ഇട്ടത് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഡിവോട്ടീസിന് പെട്ടെന്ന് ആ ഒരു ഷോക്കായത്, ഇതൊരു പ്രോപ്പർ പ്ലേസ് അല്ല എന്നുള്ളത്. ഇമീഡിയറ്റ്ലി അവര് കുറച്ചുപേരെ പ്രഭുപാദിന്റെ കെയറിന് നിർത്തിയിട്ട് അവരെല്ലാരും കൂടെ പല പല സ്ഥലത്ത് വണ്ടി എടുത്തോണ്ട് പോയി വീട് അന്വേഷിക്കാനായിട്ട്. അവരൊരു നിശ്ചയദാർഢ്യത്തിലാണ് പോയത്, നല്ലൊരു വീട് കാണാതെ ഇനി ഞങ്ങൾ തിരിച്ചു വരത്തില്ല എന്നുള്ളത്. അങ്ങനെ അവര് സിയാറ്റില് കുറെ നടന്നിട്ട് അവർക്കൊരു സ്ഥലത്ത് റെന്റിനുള്ള വീട് കിട്ടി. അത് പക്ഷെ ബേസ്മെന്റ് ആണെങ്കിലും മുകളിലത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജനലുകളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സൂര്യപ്രകാശം അകത്ത് കിട്ടും. പിന്നെ ഒരു ലോണൊക്കെ ഉണ്ട്, അവിടെ ഒരു തടാകമുണ്ട്, തടാകത്തിൽ ബോട്ടുകളും അതെല്ലാം ഉണ്ട് അതിന്റെയൊക്കെ അടുത്ത്. അങ്ങനെ പ്രഭുപാദിനെ അവര് പിറ്റേ ദിവസം തന്നെ ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ പ്രഭുപാദിന് അത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വന്നുടനെ തന്നെ അതെല്ലാം നോക്കി. അതിന്റെ ഡ്രസ്സറുണ്ട്, ഡ്രസ്സറിന്റെ ആ കബോർഡിൽ തന്നെ തന്റെ വിഗ്രഹത്തിനെ എടുത്ത് അവിടെ വെച്ചു, രാധാകൃഷ്ണ ഡെയ്റ്റീസിനെ അവിടെ വെച്ചു. പ്രഭുപാദ് നല്ലൊരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഇട്ടു. എന്നിട്ട് പ്രഭുപാദ് ശിഷ്യന്മാരുടെ കൂടെ ജസ്റ്റ് വെളിയിൽ നടക്കാനായിട്ട് പോയപ്പം പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു വാക്ക് പറഞ്ഞു, മറ്റേ വീടെന്ന് പറഞ്ഞാല് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് പോലെയാണ്. പക്ഷെ ഈ വീടെന്ന് പറഞ്ഞാൽ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ പുറമേയുള്ള എല്ലാ ലൈറ്റും കാണുന്നത് പോലെയാണെന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷമായി. പക്ഷെ ആ ഒറ്റ വാക്കിലൂടെ തന്നെ പ്രഭുപാദ് ജനന മരണ ചക്രത്തിന്റെ ആ ഒരു കാഠിന്യം കൂടെ വരച്ചു കാട്ടി എന്നാണ് സരസ്വരൂപ മഹാരാജ് പറയുന്നത്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഒരു കുട്ടി ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് പ്രഭുപാദ് അതിനകത്തൂടെ കാണിച്ചു തന്നു എന്നാണ് ശിഷ്യന്മാര് സരസ്വരൂപ മഹാരാജ് പറയുന്നത്. നമുക്ക് ജനനം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് അച്ഛനമ്മമാർക്ക് തോന്നും. പക്ഷെ ആ കുഞ്ഞ് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നുള്ളത്
ഈ ഒരു 2 വീടുകളുടെ ഉദാഹരണവും, ഒരു വീട് ഗർഭപാത്രത്തിലും അതിൽ നിന്ന് പുറത്തു വന്ന് പുറമെ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്ന ജനിക്കുന്ന കുട്ടിയുടെ ഇതും കൂടെ പ്രഭുപാദ് അതിലൂടെ വരച്ചു. അപ്പൊ ജനനമരണ ചക്രം എന്ന് പറഞ്ഞാല് ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഇതും 4 കഠിനം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടെ അതിലൂടെ പ്രഭുപാദ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്മസാക്ഷാത്കാരം നേടി ഭഗവത് ധാമത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു വ്യക്തി ഏറ്റവും പ്രാധാന്യമായിട്ട് കരുതേണ്ടത് എന്ന് ശിഷ്യന്മാരെ പല വിധത്തിലും ശീല പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹരേ കൃഷ്ണ.